ഒരുപാട് കസ്റ്റമേഴ്സിനുള്ള ഡൗട്ടാണ് കേട്ടോ. ഹെവി ആയിട്ടുള്ള ഫ്രോക്ക് അല്ലെങ്കിൽ സീക്വൻസ് വർക്ക് വരുന്ന ബീഡ്സ് വർക്ക് വരുന്ന ഫ്രോക്കൊക്കെ കുട്ടികൾക്ക് ഇറിറ്റേഷൻസ് ഉണ്ടാവുമോ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇതുപോലെ നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഫ്രോക്കൊക്കെ ബേബീസിനൊന്നും ഒരു തരത്തിലുള്ള ഇറിറ്റേഷൻസ് ഉണ്ടാവാത്ത രീതിയിൽ കംഫർട്ടബിൾ ആകുന്ന രീതിയിലുള്ള സ്റ്റിച്ചിങ് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ. ഈ ഒരു ഫ്രോക്കിൻ്റെ മേക്കിംഗ് ഡീറ്റെയിൽസ് ആണ് എന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇതിൽ നമ്മൾ ഒരുപാട് ആക്സസറീസും കൂടെ കസ്റ്റമർ കസ്റ്റമൈസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ആക്സസറീസൊക്കെ കസ്റ്റമൈസ് ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഏതൊക്കെയാണെന്ന് കാണിച്ചു തരാം. 2 അലിഗേറ്റർ ക്ലിപ്സ് ആണ് കേട്ടോ, ചെറിയ ബോ വരുന്നത്. പിന്നെ ഫ്രണ്ടിലേക്കുള്ള ബോ, പിന്നെ ഒരു ഹെയർ ബാൻഡ്, പിന്നെ പെയർ ഓഫ് ഷൂസ്, പിന്നെ ഒരു ഫാസിനേറ്റർ. പിന്നെ ഇതൊക്കെ നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒന്നും മേക്കിംഗ് വീഡിയോ ഞാനിപ്പോൾ ഇതിൽ ഷെയർ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഈ ഒരു ബട്ടർഫ്ലൈ വിങ്സ്, ഫാബ്രിക്സിൻ്റെ തന്നെ ബട്ടർഫ്ലൈ വിങ്സിൻ്റെതും ഞാൻ ഓൾറെഡി ഇപ്പോൾ ലാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സെയിം പാറ്റേണിൽ തന്നെയാണ് നമ്മൾ ഇതും ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു റിമൂവബിൾ നെയിം ടെയിലും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ എല്ലാ സൈഡും നമ്മൾ 3 ഇഞ്ചിൻ്റെ ഫ്രില്ല്, 3 ഇഞ്ച് വിടുത്ത് വരുന്ന ഫ്രില്ലും കൂടെ കൊടുത്തിട്ടുണ്ട്. നെയിം നമ്മൾ ഹാൻഡ് വർക്കിലാണ് ചെയ്തിട്ടുള്ളത്. റിമൂവ് ചെയ്യാൻ ഇതുപോലുള്ള ഹൂക്കാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രസ് ബട്ടൺസും യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ഫാബ്രിക്കാണ് കേട്ടോ നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. ബോഡി പാർട്ടിലേക്കും അതുപോലെ ബോട്ടം പാർട്ടിലേക്കും പിന്നെ നമ്മൾ ബട്ടർഫ്ലൈ വിങ്സിനും കൂടെ ആയിട്ട് 1.5 മീറ്ററോളം ഫാബ്രിക്കാണ് ഈ ഒരു സ്ട്രെച്ചബിൾ ആയിട്ടുള്ള സീക്വൻസ് ഫാബ്രിക് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മളിപ്പം ലേറ്റസ്റ്റായിട്ട് നമ്മൾ ഒരു ബെസ്റ്റ് സെല്ലിംഗ് ആയിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫ്രോക്കിൻ്റെ മെറ്റീരിയൽസാണ് കേട്ടോ. ഇതിന് ഡിഫറെൻറ്റ് കളേഴ്സൊക്കെ നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം കസ്റ്റമൈസേഷൻ ആവശ്യമുള്ളവർ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതിന് മാച്ചിങ് ആയിട്ടുള്ള നെറ്റ് ഫാബ്രിക് എടുത്തിട്ടുണ്ട്. നെറ്റ് ഫാബ്രിക് നമ്മൾ 8 മീറ്ററോളം നെറ്റ് ഫാബ്രിക്കാണ് മൊത്തത്തിൽ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ലൈനിങ് ഫാബ്രിക് 1 മീറ്റർ അങ്ങനെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ആദ്യം നമുക്ക് ഹാൻഡ്, ഇതിൽ നമ്മൾ മട്ടൺ പഫ് സ്ലീവാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മൾ നോർമൽ സ്ലീവ് ചെയ്യുന്ന ആ ഒരു പാറ്റേണിനേക്കാളും നമ്മൾ ആ ഒരു ഷോൾഡറിൻ്റെ ഭാഗത്തൊരു 4 ഇഞ്ച് എക്സ്ട്രാ എടുത്താൽ മതിയാവും. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിലുള്ള ഷേപ്പ് കിട്ടുന്നതായിരിക്കും. ഡീറ്റെയിൽ ആയിട്ടുള്ള കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വേണ്ടവർ ഒന്ന് കമൻറ്റ് ചെയ്യാം. ഇതിൽ സാധാരണ ഞാൻ ആ രീതിയിലാണ് കട്ട് ചെയ്യുന്നത്. നോർമൽ സ്ലീവിൻ്റെ ആ ഒരു പാറ്റേണിന് ഒരു 4 ഇഞ്ച് എക്സ്ട്രാ എടുക്കും നമ്മൾ. ആ ഒരു കർവ് ഷേപ്പിൻ്റെ അവിടെ നമ്മുടെ ഷോൾഡറിൻ്റെ ഭാഗത്ത് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പിൽ കിട്ടും ഫാബ്രിക്. നമ്മളിത് ഒന്ന് ഫുള്ളായിട്ട് നമ്മൾ ഈ ഒരു മെയിൻ ഫാബ്രിക് കുറച്ച് സ്ട്രെച്ചി ആയിട്ടുള്ളതുകൊണ്ട് എല്ലാ സൈഡും ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് മുമ്പായിട്ട് നമ്മൾ ഹാൻഡിന് നമ്മൾ ആ ഒരു എഡ്ജസ് ഉണ്ടല്ലോ, ബോട്ടം പാർട്ട്, അവിടെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്കിതുപോലെ എല്ലാ സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഫാബ്രിക് കുറച്ച് സ്ട്രെച്ച് ആയതുകൊണ്ടാണ് കേട്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഈ ഒരു സ്റ്റേജ്. ഞാൻ എന്തായാലും അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ ഒരു പോയിന്റിൽ എത്തുമ്പോൾ നമുക്കിതുപോലെ ഒന്ന് ഫാബ്രിക്സ് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ പ്ലീറ്റ്സ് ഇതുപോലെ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് പ്ലീറ്റ്സ് കൊടുക്കുന്നതിന് പ്ലീറ്റ്സ് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്കിങ്ങനെ ഫാബ്രിക്സ് ഗ്യാദേഴ്സ് ചെയ്യുന്ന രീതിയിൽ, ഹാൻഡ് ഗ്യാദേഴ്സ് ചെയ്യുന്ന രീതിയിൽ അങ്ങനെ ചെയ്ത് കൊടുക്കാം. ഏത് രീതിയിൽ വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം. ഞാൻ ഈ ഒരു രീതിയിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അങ്ങനെ എല്ലാ സൈഡും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് അതിന് കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അതിന് ശേഷം എക്സ്ട്രാ ഉള്ള ഫാബ്രിക്സൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാ സൈഡിലും നമ്മൾ സ്റ്റിച്ച് ചെയ്ത സമയത്ത് ബാക്കി ഉണ്ടായിരുന്നു ബാലൻസ് ഫാബ്രിക്സ്. സ്ട്രെച്ചി ഫാബ്രിക് ആയതുകൊണ്ടാണ് കേട്ടോ അതിങ്ങനെ വരുന്നത്. അപ്പം ആ രീതിയിൽ എല്ലാ സൈഡും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം സ്ലീവ് ഒന്ന് ഞാൻ ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. നല്ല വശത്ത് തന്നെയാണ് കേട്ടോ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ആദ്യം അതിൻ്റെ എഡ്ജസ്റ്റിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ആ ബാലൻസുള്ള ഫാബ്രിക്സ് ഇതുപോലെ കട്ട് ചെയ്ത് കളയുന്നുണ്ട്. ഈ ഒരു രീതിയിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്യുന്നത് ഫസ്റ്റ്. അതിനുശേഷം ഒന്ന് അത് റിവേഴ്സിൽ നമ്മൾ തിരിച്ചിട്ടതിന് ശേഷം നമ്മൾ സാധാരണ നോർമൽ സ്റ്റിച്ച് ചെയ്യുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. ഇങ്ങനെ തിരിച്ചിട്ടിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഇൻസൈഡ് നമ്മൾ ആ ഒരു ഫാബ്രിക് കവർ ചെയ്യുന്ന രീതിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്യുക. ഇല്ലെങ്കിൽ നമ്മൾ തിരിച്ചിടുമ്പം ഫാബ്രിക്സൊക്കെ പുറത്തേക്ക് കാണാനുള്ള ചാൻസ് ഉണ്ടാകും. നമ്മളിവിടെ ഇപ്പോൾ 1 ഇയർ ബേബിൻ്റെതാണ് ഈ ഒരു ഫ്രോക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് സൈസ് ഞാനിവിടെ കൊടുക്കാം.
നമ്മൾ സ്ലീവ്സൊക്കെ സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ വിഡ്ത്തും കാര്യങ്ങളും ഒക്കെ നമ്മൾ മെഷർമെൻറ്റ് എത്രയാണോ നമുക്ക് ആവശ്യമുള്ളത് അതിനനുസരിച്ചിട്ട് കൈൻ്റെ വിഡ്ത്തൊക്കെ എടുക്കാം. പിന്നെ അതുപോലെ തന്നെ ആം ഹോളൊക്കെ കറക്റ്റായിട്ട് തന്നെ മെഷർമെൻറ്റിൽ നമ്മൾ മെഷർമെൻറ്റിന് ആവശ്യമായിട്ടുള്ള ഇത്ര തന്നെ ഉണ്ടോ എന്നുള്ളതൊന്ന് കൺഫേം ആക്കണം. നമ്മൾ ഫ്രോക്കിൻ്റെ മട്ടൺ പഫ് സ്ലീവിൻ്റെ ഇൻസൈഡ് ലുക്കും ഔട്ട് സൈഡ് ലുക്കും വരുന്നത്. ഈ ഒരു ഇതിൽ നമുക്ക് ബേബീസിനൊന്നും ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന ഒന്നും എവിടെയില്ല. എല്ലാ സ്റ്റിച്ചസും എല്ലാ ഫാബ്രിക്സും നമ്മൾ ഇൻസൈഡ് വരുന്ന കവർ ചെയ്യുന്ന രീതിയിലാണ് ഓൾറെഡി സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ടൈപ്പിലുള്ള നമ്മൾ ബോഡി ആയാലും നമ്മൾ ജിബ് ആയാലും ഒക്കെ ഫുള്ളി കവേർഡായിട്ട് സ്റ്റിച്ച് ചെയ്ത് നമ്മൾ ഓൾറെഡി 2 years മുമ്പ് തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരൊക്കെ കാണാം. ഇൻവിസിബിൾ ജിബൊക്കെ ഇപ്പോഴും കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ മട്ടൺ പഫ് സ്ലീവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ ഞാൻ ഫ്രില്ല് നമ്മൾ നെയിം ടൈലിൻ്റെ എല്ലാ സൈഡിലേക്കുള്ള ഫ്രില്ലാണിത്. അപ്പോൾ ഇത് ഞാൻ 3 ഇഞ്ച് വിഡ്ത്തിലുള്ള ഫാബ്രിക്സ് എടുത്തിട്ടാണ് ഫ്രില്ല് ചെയ്തെടുത്തിട്ടുള്ളത്. ഗ്യാതറിങ് ഫ്രൂട്ട് യൂസ് ചെയ്തിട്ടാണ് ഫ്രില്ല് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ലിങ്കോ അതിൻ്റെ പർച്ചേസിങ് ലിങ്കോ ആവശ്യമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ബട്ടർഫ്ലൈ വിങ്സ് പിന്നെ മേക്കിംഗ് വീഡിയോ ഓൾറെഡി ഇട്ടതുകൊണ്ട് ഞാൻ മേക്കിംഗ് വീഡിയോ കാര്യമായിട്ട് എടുത്തിട്ടില്ല. ജസ്റ്റ് ഈ ഒരു ഫാബ്രിക് സ്ട്രെച്ച് ആയതുകൊണ്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പിന്നൊക്കെ ചെയ്തിട്ട് സെറ്റ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ പ്രാവശ്യം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഫാബ്രിക്സൊക്കെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വലിഞ്ഞ പോലെയൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം കുറച്ചും കൂടി നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ സോൾഡറിങ് ആൻഡ് മെഷീൻ വെച്ചിട്ട് ഒന്ന് സൈഡൊക്കെ മുറിച്ച് കളയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഫസ്റ്റ് ഒരു വീഡിയോ ഷെയർ ചെയ്ത് ആ ഒരു രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ബട്ടർഫ്ലൈൻ്റെ സ്റ്റിച്ചിങ് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നമ്മളതിൽ ബാലൻസ് ഉള്ള ഫാബ്രിക് ഉണ്ടല്ലോ ഇവിടെ എഡ്ജസിലൊക്കെ, അതൊക്കെ നമ്മൾ സോൾഡറിങ് ആൻഡ് വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബാക്കിയുള്ള ബാലൻസ് മെറ്റീരിയൽസൊക്കെ ഒന്ന് മെൽറ്റായിട്ട് സെറ്റായി കിട്ടുകയും ചെയ്യും. ഈ ഒരു ടൈപ്പിലാണ് നമ്മൾ ബോ ആക്കിയിട്ടുള്ളത്. അതിന് ഉള്ളിലൊക്കെ ബോണിങ് നെറ്റൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല കറക്റ്റ് ഷേപ്പിൽ കിട്ടുന്നുണ്ട്. അതിനുശേഷം നമ്മൾ സ്കേർട്ടിങ് പോർഷനിലേക്കുള്ള ഫ്രോക്കിൻ്റെ സ്കേർട്ടിങ് പോർഷനിലേക്കുള്ള ഫസ്റ്റ് ലെയർ ഉണ്ടല്ലോ നമ്മൾ ഈ ഒരു സീക്വൻസ് ഫാബ്രിക് വരുന്നത്, അത് ഞാൻ 1 year ബേബിക്കായതുകൊണ്ട് തന്നെ 7 inches ലെങ്ത്ത് എടുത്തിട്ടുള്ളത്. പിന്നെ വേസ്റ്റിൻ്റെ ഭാഗത്ത് എക്സ്ട്രാ ഫ്രില്ലും കൂടെ വരുന്നതുകൊണ്ട് വേസ്റ്റ് ഞാൻ 10 inches കൂടെ എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ഫുൾ സർക്കിളിലാണ് കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത്. നിങ്ങൾക്ക് സ്ട്രൈറ്റ് കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുന്നവർക്ക് അങ്ങനെ സ്റ്റിച്ച് ചെയ്യാം. നമ്മൾ ഈ ഒരു രീതിയിലാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അതുപോലെ തന്നെ ലൈനിങ് ഒക്കെ ഫുൾ സർക്കിളിൽ തന്നെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. കാരണം ഒരുപാട് മെറ്റീരിയൽസ് വരുമ്പം വേസ്റ്റിൻ്റെ ഭാഗത്ത് സ്റ്റിച്ച് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും കേട്ടോ. ലൈനിങ് നെറ്റ് കോട്ടൺ ലൈനിങ് ഒക്കെ വരുമല്ലോ. അപ്പം ഫ്രില്ലാകുമ്പോൾ നമുക്ക് സ്ട്രെയിറ്റിൽ കട്ട് ചെയ്യുമ്പോൾ ഫ്രില്ല് ഒരുപാട് വരും. അപ്പോൾ സ്റ്റിച്ച് ചെയ്യാനും ബുദ്ധിമുട്ടാണ്, കുട്ടികൾക്ക് ഇറിറ്റേഷൻസ് ഉണ്ടാകും. നിങ്ങൾക്ക് ഏത് രീതിയിലാണോ കംഫർട്ടബിൾ ആ രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളുടെ ബോഡി പാർട്ടും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഇതുപോലെയാണ് നമ്മൾ ബോഡിയൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ടെടുത്തിട്ടുള്ളത്. ഇതിൻ്റെ വീഡിയോ ഈ ഒരു ബോഡി പാർട്ട് സെപ്പറേറ്റ് ആയിട്ടാണ് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ അത് ഉൾപ്പെടുത്തത്. കാരണം കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സ്ലീവ്സ് എങ്ങനെയാണ് നമ്മൾ ഹൈഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്, അതായത് നെറ്റ് ലൈനിങ്ങിലേക്ക് ഉള്ളിലേക്ക് വെച്ചിട്ട് സ്റ്റിച്ചസ് ഒന്നും പുറത്ത് കാണാത്ത രീതിയിൽ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ഫ്രണ്ട് പോർഷനൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സെപ്പറേറ്റ് ആയിട്ടും വീഡിയോസ് ആക്കിയിട്ട് നമ്മൾ ഈ ഒരു ടൈപ്പിലുള്ള ഫ്രോക്ക് തന്നെ ചെയ്യുന്നുണ്ട്. ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബോഡി പാർട്ടും ബോട്ടം പാർട്ടും സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ലാസ്റ്റ് കസ്റ്റമർ പറഞ്ഞു അവർക്ക് ആ വൈഡ് നെക്കിൻ്റെ അവിടെ ആ ഒരു ലൈനിങ് വെച്ചിട്ട് സ്റ്റിച്ച് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായി കേട്ടോ. അപ്പോൾ ഇതായിരുന്നില്ല ഫൈനൽ ലുക്ക് വരുന്നത്. നമ്മൾ രണ്ടാമത് ആ ഒരു പോർഷനിലും കൂടെ ലൈനിങ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ലൈനിങ് വെച്ചിട്ടാണ് അവർക്ക് കൊറിയർ ചെയ്തിട്ടുണ്ടായത്. ലാസ്റ്റ് നമ്മൾ വീഡിയോസും ഫോട്ടോസൊക്കെ അയച്ച സമയത്ത് കസ്റ്റമർ ആ ഒരു പോർഷനിൽ ലൈനിങ് കൂടെ വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ലൈനിങ് കൂടെ വെച്ചിട്ടാണ് അത് കസ്റ്റമറിന്
സെൻഡ് ചെയ്തിട്ടുണ്ടായത്. ഈ ഒരു ഓർഡർ കിട്ടിയ സമയത്തെ എനിക്കുണ്ടായ ഒരു കൺഫ്യൂഷനാണ് കേട്ടോ. ഇത്രമാത്രം ആക്സസറീസൊക്കെ എന്തിനാണെന്നുള്ളത്. ഒരു 1 ഇയർ ബേബിക്ക് വേണ്ട ഇത്രയും ഹെയർ ക്ലിപ്പും ഹെയർ ബാൻഡും ആക്സസറീസൊക്കെ. അപ്പോൾ ഏതാണ് ആ കുട്ടി ബർത്ത്ഡേ കിട്ടിയിട്ടുള്ളതെന്ന് നമുക്ക് അപ്കമിങ് വീഡിയോസിൽ കാണാം.